ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് പ്രേമത്തെപ്പറ്റി നിധിയോട് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം നിധിയോട് പ്രേമിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യം, അത് ലോകം ഉണ്ടായ കാലം മുതലേ ഉള്ളൊരു സംഭവം അല്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് മതി, അത്ര മതി എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിധിയോട് പറയാം. അപ്പോൾ നിധിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, സുധീഷ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പം നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ പോലും പ്രേമിച്ചിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ക്രഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചപ്പം അപ്പോൾ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു മുൻപ്. അപ്പോൾ സുധീഷിന് ഭയങ്കര ക്യൂരിയോസിറ്റി അത് അറിയാൻ. അപ്പോൾ +2 പഠിക്കുന്ന സമയത്തായിരുന്നു, അത് ട്യൂഷൻ ക്ലാസ്സിലുള്ളൊരു കുട്ടിയായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നിധി ഇങ്ങനെ സുധീഷിനോട് പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര ഒരു ഇഷ്ടം നിധിയുടെ ക്രഷ് കേൾക്കാനൊക്കെ ആയിട്ട്. പിന്നെ സ്കൂളും +2 ഒക്കെ കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല എന്ന് നിധി ഇങ്ങനെ സുധീഷിനോട് പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ സുധീഷാണെങ്കിൽ ഓരോന്ന് ചോദിക്കുക, ദേ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ? അല്ല, ഈ കാണണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലേ? ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചുള്ള പരിചയം, പിന്നെ വെറുതെ കൂട്ടുകാർ അതും ഇതും പറഞ്ഞുണ്ടാക്കിയ സമയത്തുണ്ടാകിയ ഒരു രസം, അതല്ലാതെ ഞാൻ അതിനെ വേറെ ഒന്നും വിചാരിച്ച് കണ്ടിട്ടില്ല. ജീവിതം മുഴുവൻ ഓർത്തിരിക്കാൻ എനിക്കത് വട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് എങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ വെച്ച് ഇതൊക്കെ ബീച്ചിൽ വെച്ച് എന്നോട് ചോദിച്ചാണല്ലോ, പിന്നെന്തിനാ ഇപ്പോഴും ചോദിക്കുന്നത് എന്ന് നിധി ചോദിച്ചു. അന്ന് ഞാൻ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? ദേ എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ആരോടും തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടും ഇല്ല. പിന്നെ അല്ലാതെ ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛനെ പേടിച്ച് പിള്ളേർക്ക് ഒരു പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാൻ പേടിയായതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വരാതിരുന്നതായിരിക്കാമെന്ന് പറഞ്ഞു. ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ശരി ആയിരിക്കും. നിധിക്ക് അങ്ങോട്ട് ആരോടും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് അങ്ങോട്ട് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ പറയാം സുധീഷ്. ഇയാൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി അങ്ങനെ സുധീഷിന് പ്രണയം വല്ലതും ഉണ്ടായിട്ടുണ്ടോ, സുധീഷ് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ ഇല്ലേന്ന് പറഞ്ഞു സുധീഷ്. നല്ല ചോദ്യം, അതൊക്കെ വലിയ കഥകളാണെന്നേ. പിന്നെ ഓരോന്നും ഓരോ രീതിയിൽ ഷൂട്ട് ചെയ്ത പോലെ കീട് പടങ്ങളായിട്ടുണ്ടാവും. ഓരോ ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അയ്യോ മതി എൻ്റെ പൊന്നോ തള്ളു വേണ്ട, അത് മുഴുവൻ കേൾക്കാനുള്ളൊരു ഹെൽപ്പ് എനിക്കില്ല, അതുകൊണ്ട് അത് നിർത്തിക്കോളാൻ പറഞ്ഞു നിധി. അയ്യോ അല്ല, ഞാൻ എന്നാൽ ഷോർട്ടായിട്ടുള്ളൊരു കഥ പറയാം. വേണ്ടെന്നേ, അതും വേണ്ടേ എൻ്റെ പൊന്നോ, ഈ പാട്ടും കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ വീടെത്തും. അതിനിടയിൽ വെറുതെ എന്തിനാ കഥയൊക്കെ? എൻ്റെ പൊന്നെ, ഇവിടെ എൻ്റെ അടുത്തുനിന്ന് 3 ഒരു ഉറപ്പാ എന്നാൽ സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സുധീഷിൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തു. ഇത് കൊള്ളാവല്ലോ, ഇതെന്താണെന്ന് ചോദിച്ചു. ഇത് ഇന്ന് എൻ്റെ കൂടെ വന്നതിനുള്ളതെന്ന് പറയുമ്പം എന്നെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു കേട്ടോ നിധി, ഇത് കുറച്ച് കൂടിപ്പോയി. സുധീഷിൻ്റെ തിരക്ക് എനിക്കറിയാം, എനിക്ക് വേണ്ടി ഇത്രയും നേരം കളഞ്ഞതല്ലേ, അപ്പോൾ അതിന് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞു ഇയാളോടെന്ന് ചോദിച്ചു. പറഞ്ഞില്ലെങ്കിലും ഞാനത് അറിഞ്ഞ് ചെയ്യണ്ടേന്ന് ചോദിച്ചു. എടോ, എന്നെ ഇപ്പോഴും ഒരു ഡ്രൈവറായിട്ട് മാത്രം കാണുന്നത് എന്തിനാണെന്നാ? അയ്യോ അങ്ങനെയല്ല, ഇപ്പം ഇത് വാങ്ങിയില്ലെങ്കിലേ അടുത്ത തവണ കാറിൽ കയറുമ്പോൾ എനിക്കെന്തോ ഒരുമാതിരി വല്ലാതെ തോന്നുമെന്ന് നിധി പറയാം. പിന്നെ ഉള്ള ജോലി കളഞ്ഞിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി കിടന്ന് അലയുന്നതല്ലേ, വെറുതെ ആയാൽ എനിക്കത് ഭയങ്കര ഫെയിലാകും, അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് നിധി കൊടുക്കുക. അങ്ങനെ സുധീഷ് അത് വാങ്ങി നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോരപ്പോൾ സുധീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിധി പിന്നെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. സുധീഷ് വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിധി അകത്തേക്ക് കയറിപ്പോയി. നിധി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര ഒരു വിഷമം പോലെ. എന്നിട്ട് സുധീഷാണെങ്കിൽ വണ്ടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്തൊരു സ്വഭാവം, ഒരു നന്ദി പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സുധീഷ് വണ്ടിയിൽ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കാശ് നിന്ന് കടം വീട്ടിൽ എല്ലാം ഓക്കെ ആകുന്ന വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് എറിയാൻ നോക്കിയപ്പോൾ വേണ്ട ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അതെടുത്ത് പോക്കറ്റിൽ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നികേഷ് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതും നികേഷിൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കിയപ്പോഴാണ് നിധി ചെന്ന് കയറുന്നത്. നിധി ചെന്ന് കയറിയതുപോലും നികേഷ് അറിഞ്ഞില്ല. നിധി എന്നിട്ട് പതുക്കെ വന്ന് മാറി നോക്കുമ്പം നികേഷ് അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പം നിധിക്കും ഭയങ്കര ഒരു വിഷമം പോലെ കേട്ടോ. നികേഷ് ഇങ്ങനെ അത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നികേഷ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ നിധിയെ നോക്കുക കേട്ടോ. നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു. നിധി അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സുനന്ദയുടെ കല്യാണ വീട്ടിൽ നിന്ന് പാട്ടും ബഹളവും മേളവും ഭയങ്കര ഒച്ച. അപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. ഈ ഒച്ചയൊക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവരെ കേൾപ്പിക്കാൻ വേണ്ടി അവർ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതാണെന്ന്. ഭയങ്കര ദേഷ്യം വരുമോ ഹരീഷിന്. കണ്ടോ, ഇവർ കാണിക്കുന്നത് കണ്ടോ, നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് ഇങ്ങനെ ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ അവിടെ നല്ല കാറ്റ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ
അവിടെ ഇരുന്ന് പറയാം. പിന്നെ ഡാൻസ്, പാട്ട് ഒക്കെ ആയിട്ട് സുനന്ദയുടെ വീട് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, അവിടെ കല്യാണം നടക്കുകയാണെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, അതിന് വേണ്ടി അവർ ചെയ്യുന്നതാണെന്ന് ഹരീഷ് ഇങ്ങനെ പറയുമ്പോൾ സുധീഷും നികേഷും കൂടി ഒരു ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ പൊന്നോ, ഈ രീതിയിലായിരുന്നെങ്കിൽ ഞാൻ ലൈൻമാനൊരു കുപ്പി മേടിച്ചു കൊടുത്തു കരണക്ക് കെട്ടിയതേനെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഉമ്മർത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് സുഭാഷിൻ്റെ കാര്യം ഓർത്ത് ഇവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ. സുഭാഷ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരിത് ചെയ്യുന്നതെന്ന് ഇവർക്കെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തല്ലോ. എൻ്റെ പൊന്നെ, എടാ നികേഷേ ചെന്നാ സൗണ്ടൊന്ന് കുറയ്ക്കാൻ പറയടാ, സുധീഷേ ഹരീഷേ ചെല്ലടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന്. അപ്പോൾ എടാ ഹരീഷേ നീ എവിടെ ഇരുന്നേ? അപ്പോൾ അങ്ങേര് പറയുന്നത് കേട്ട ഉടനെ നീ വഴക്കുണ്ടാക്കാൻ പോവാണോ എന്ന് ചോദിച്ചു സുധീഷ്. അതിന് ആര് പോകുന്ന ഏട്ടാന്ന് ചോദിച്ചു ഹരീഷ് സുധീഷിനോട്. അങ്ങനെ ഇവർ പേരും കൂടി ഇതും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പം നിധിയാണെന്നുണ്ടെങ്കിൽ നികേഷിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഉറക്കം വരുന്നില്ലെങ്കിൽ ചെവിയിൽ കുറച്ച് മണ്ണ് വാരി കുഴച്ച് അടയ്ക്കാൻ പറഞ്ഞു ഹരീഷേ. അപ്പോൾ ഇതൊക്കെ കേട്ട് നിധി ഇങ്ങനെ ഭയങ്കര ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ സ്വഭാവം കാരണം അമ്മായും വലിയച്ഛനും ഒക്കെ ശത്രുക്കളായതെന്നുള്ള കാര്യവും ഹരീഷ് പറയുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇരുന്ന് വിളിച്ച് പറയുന്നു. അതുകൊണ്ട് മാത്രം സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും കല്യാണം പോലും നടക്കാതെ പോയതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ നികേഷും സുധീഷും ഒക്കെ നോക്കുമ്പോൾ എന്താടാ ഇനിയിപ്പോൾ അവളുടെ അച്ഛൻ ദുബായിൽ നിന്ന് കിണ്ണം ചെറുക്കനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേ അവൾ നിൻ്റെ ചേട്ടൻ മേസ്ത്രിയെ തേച്ചിട്ട് പോയി, അതിന് നീ എൻ്റെ പാക്കറ്റ് കയറാൻ വരണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാനെന്നും പറഞ്ഞു ഹരീഷ് ഇരിക്കുമ്പം വീട്ടുകളേടാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഹരീഷിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ സുധീഷ്. പിന്നെ അടുത്ത കുപ്പിയിൽ നിന്ന് കുറേ എടുത്ത് കുടിച്ച് അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുഭാഷിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സുഭാഷ് ഏട്ടന് ശരിക്കും സങ്കടമുണ്ട്. സുഭാഷ് ഏട്ടൻ പക്ഷെ അതൊന്നും അകത്ത് പുറത്ത് കാണിക്കില്ല, അമർത്തി വെച്ച് എല്ലാവരുടെയും മുന്നിൽ എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും ഇവർ. അപ്പോൾ സുഭാഷ് ഏട്ടന് അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സുധീഷ്. പിന്നെ അവളെ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കണം, നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര ട്രൈ ചെയ്തതാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ശരിയാണെന്ന് നികേഷും പറഞ്ഞു. കുറച്ച് റിസ്ക് എടുത്തിട്ട് വരാൻ അവൾക്ക് തോന്നിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ പറയാം. എടാ നികേഷേ, നീയേ സുഭാഷ് ഏട്ടൻ എവിടെയാണെന്ന് ചോദിച്ചേ, എടുത്ത് വിളിച്ചേ, എവിടെ എത്തിയെന്ന് ചോദിക്കുക. പിന്നെ സുഭാഷ് ഏട്ടന് ഭക്ഷണം എടുത്തു വയ്ക്കണം. സുഭാഷ് ഏട്ടൻ 2 ദിവസമായിട്ട് ആ മൂടത്ര ശരിയല്ല എന്ന് നിധി അന്നേരം പറഞ്ഞു. നാളെ കല്യാണം കൂടി കഴിയുമ്പോൾ എങ്ങനെ അത് ഓവർകം ചെയ്യും എന്നുള്ളത് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിധി പറയുക കേട്ടോ. എന്ന് പറഞ്ഞ് നികേഷ് ഇങ്ങനെ ഇരുന്ന് ഫോണിൽ വിളിക്കേണ്ട റിങ്ങുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് നടന്നു വരുമായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ അടുത്ത് നിന്നാണ് നമ്മുടെ സുഭാഷ് കോൾ എടുത്തത്. അപ്പോൾ കോള് കട്ട് ചെയ്തല്ലോ എന്ന് നികേഷ് പറഞ്ഞു. കട്ട് ചെയ്യും. അപ്പോൾ സുനന്ദയുടെ വീടിൻ്റെ അവിടെയാണ് നമ്മുടെ സുഭാഷ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് അദ്ദേഹം നടന്ന് ഇങ്ങനെ വരുവാണ്. സുഭാഷ് കയ്യിൽ പൊതിയൊക്കെ ആയിട്ട് വരുന്നപ്പോഴേക്കും അനിയന്മാരെ ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. ഏട്ടൻ വന്ന് കയറി. ഇവിടെ എത്തിയപ്പോഴാണ് നീ വിളിച്ചതെന്ന് സുഭാഷ് പറയാൻ നേരം. പിന്നെ എൻജിനീയർ എത്താൻ വൈകിയായിരുന്നു, ആളെ കാത്തു നിന്നതുകൊണ്ടാണ് വൈകിയതെന്ന് പറയാം. അല്ല കയ്യിൽ പാഴ്സലൊക്കെ ഉണ്ടല്ലോ, എന്താ ഇത്? വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി. അപ്പോൾ പിന്നെ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചെന്ന് പറഞ്ഞു. നേരം ഇത്രയൊക്കെ ആയില്ലേ, വാ വൈകാതെ കഴിച്ചേ വരാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ടൊന്ന് ആ നടുക്കങ്ങ് വെച്ചു. എന്നിട്ട് നിധിയോടും പറഞ്ഞു കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ സുഭാഷിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുഭാഷ് എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുക കേട്ടോ. എന്താടാ എന്താ എല്ലാവരും ഒരുമാതിരി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്താടാ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് എന്തായാലും ചോദിച്ചപ്പോൾ നിധിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുഭാഷിനെ നോക്കുന്നു. നികേഷ്, ഹരീഷ്, സുധീഷ് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു. അപ്പം സുഭാഷ് ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാനപ്പോഴത്തേക്കും കഴിക്കാനെടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഇത് എനിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ എന്ന് സുഭാഷ് അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞു എല്ലാവരും ഇങ്ങനെ സുഭാഷിനെ നോക്കുക. അതെന്താ സുഭാഷ് ഏട്ടന് വിശപ്പില്ലാത്തേ? അതോ അത് പിന്നെ ഒരു ചെറിയ തലവേദന ഉണ്ടടാ അതുകൊണ്ടാണെന്ന് ഹരീഷ് ചോദിച്ചപ്പം സുഭാഷ് പറയുകയാണ്. അങ്ങനെ സുഭാഷ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോൾ അത് അങ്ങനെ വന്ന തലവേദനയല്ലല്ലോ, എപ്പോഴും വരാറില്ലല്ലോ, എന്താ പെട്ടെന്ന് ഇന്നൊരു തലവേദന എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ അതെന്താണെന്ന് അറിയത്തില്ലടാ, അപ്പോൾ തന്നെ മാറിക്കോളൂ, നിങ്ങൾ കഴിച്ചോ കേട്ടോ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. സുഭാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് സുഭാഷ് ഏട്ടന് വിശപ്പില്ലാത്തതെന്ന് നമുക്കറിയാമെന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നു. ഈ സമയത്ത് അച്ഛൻ പുറത്തിരുന്ന് പാട്ട് പാടുക. അപ്പോഴേക്കും സുഭാഷ് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങളെന്താ ഇത് കഴിച്ചു പോലും തുടങ്ങാത്ത, പ്ലേറ്റ് പോലും എടുത്തിട്ടില്ലല്ലോ, എന്താ ഇത്? ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് എന്നിട്ട് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ സുധീഷ് ഒന്ന് കഴിക്കാനിരുന്നു. അപ്പോൾ നിധി ചോദിച്ചു കൈ കഴുകുന്നില്ലേന്ന്. അധികം ചെളിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് ഉണ്ടല്ലോ, അത് കഴുകി കളഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി സുധീഷിനെ ഏൽപ്പിച്ചു വിടാൻ നോക്കാം. ഇരുന്ന് പോയില്ലേ ഇപ്പോൾ, എഴുന്നേക്കാവല്ലോ, അതിനെന്താ കുഴപ്പം?
അന്ന് പറഞ്ഞ് നിധി അങ്ങ് പോയി. ഓ എന്ന് പറഞ്ഞിട്ട് സുധീഷ് കൈ കഴുകാൻ അങ്ങ് പോയി. ബാക്കിയുള്ളവർ വന്നിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സുഭാഷ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പുറത്തിരിക്കുന്നു. നോക്കുമ്പോൾ ഇവിടെ ബിരിയാണിയുടെ മണവും ഇതൊക്കെ. ഇന്ന് പുറത്തുനിന്നാണോ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ബിരിയാണിയാണോടാ? ആ അതെ. പോത്തോ കോഴിയോ? അപ്പോൾ കോഴിയാന്ന് പറഞ്ഞു. ആ കല്യാണത്തലേന്ന് കോഴി ബിരിയാണി നല്ലതാണെന്നും അച്ഛൻ്റെ വക ഒരു ഡയലോഗും കൂടി. ഓ എന്ന് പറഞ്ഞ് പിള്ളേരിങ്ങനെ ഇരിക്കുക. ദേ എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, എനിക്ക് ഇച്ചിരി മതി കേട്ടോ നിൽക്കണേ ആ ഒരു ഇതിൽ അച്ഛൻ ഇങ്ങനെ അങ്ങ് പറയണം. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ അച്ഛനുള്ളത് അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടേ കൊടുത്തു. അപ്പോൾ പ്ലേറ്റ് വേണ്ട, ആ പാഴ്സൽ പാത്രം തന്നെ കൊടുത്താൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സുഭാഷ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാനും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷും ഇവരുടെ കൂടെ അങ്ങ് ഇരുന്നു. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കല്യാണ വീട്ടിലേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഫുഡും കഴിക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് നമ്മുടെ സുഭാഷും ഇവരോടൊപ്പം ഇരിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം സുഭാഷേട്ടന് ബിരിയാണി ഇഷ്ടമാണല്ലോ, എന്നിട്ട് ഇത്രയും കുറച്ചെടുത്തത് എന്ന് നികേഷ് അന്നേരം ചോദിക്കുക. അപ്പോൾ തലവേദനയാന്ന് പറഞ്ഞില്ലേടാ എന്ന് സുഭാഷ് കരയാട്ടോ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി സുഭാഷിൻ്റെ ഉള്ളിലെ ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഗുളിക വല്ലതും വേണോ എന്ന് നിധി ചോദിച്ചു. വേണ്ട മോളെ, അതൊക്കെ ഇപ്പോൾ അങ്ങ് മാറിക്കോളൂ എന്നും സുഭാഷ് നേരം പറയാം. അവന് തലവേദനയല്ല മോളെ, ഹൃദയവേദനയാണെന്ന് അച്ഛൻ പുറത്തിരുന്ന് നേരം വിളിച്ചു പറയാം. അപ്പോൾ സുഭാഷ് ഇങ്ങനെ അച്ഛനെ നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിലുള്ള പാട്ടാണ് കല്യാണത്തിൻ്റെ. അപ്പോഴേക്ക് ഈ അച്ഛൻ അവിടെ നിന്ന് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സുനന്ദയുടെ കാര്യമൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നികേഷിനും സുധീഷിനും ഹരീഷിനും ഒക്കെ ഭയങ്കര ദേഷ്യം വരുക. അപ്പോൾ നികേഷാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അങ്ങ് പോകുമ്പോൾ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു സുധീഷ്. അങ്ങനെ സുഭാഷിനെ മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അച്ഛൻ. അപ്പോൾ സുഭാഷേട്ടൻ സങ്കടപ്പെടാതെ കഴിക്കാൻ പറഞ്ഞു നിധി. അപ്പോൾ നിധി അത് പറഞ്ഞപ്പോൾ സുഭാഷ് കരഞ്ഞുകൊണ്ടാണേലും പതുക്കെ ഭാര്യ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പാട്ടിൻ്റെ ഒച്ച അവിടുന്ന് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക സുനന്ദയുടെ വീട്ടിൽ നിന്നേ. അപ്പോൾ എൻ്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഹരീഷൊക്കെ ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ഇവരെല്ലാവരെയും മാറി നോക്കുന്നു. എന്നിട്ടിങ്ങനെ ഇച്ചിരിച്ച് എടുത്ത് വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സുഭാഷിനെ തന്നെ നോക്കിയിരിക്കുക കേട്ടോ. സുഭാഷ് വേഗം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ടുള്ള ധൃതി കാണിക്കില്ല. അപ്പോഴേക്കും ഇവർക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ഇരുന്നിട്ടാണെന്ന്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് വിക്കി വരെ പോയി. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചുമച്ചു. വേഗം ഇത് എന്താ സുഭാഷേട്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഹരീഷ് വെള്ളം എടുത്ത് കൊടുക്കുന്നു, നിധി വെള്ളം എടുത്ത് കൊടുക്കുന്നു. ഇങ്ങനെ സുഭാഷിന് ഭയങ്കര സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ സുഭാഷ് പെട്ടെന്ന് വാരി കഴിച്ചിട്ട് അവിടെ നേറ്റ് പോകാൻ നോക്കുന്നു. അപ്പോൾ ഓക്കെ ആയോ എന്ന് ഹരീഷ് ചോദിച്ചു. കുഴപ്പമില്ല എന്നും പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുഭാഷ് ഇവരോട് പറഞ്ഞു. പക്ഷെ ഇവർക്ക് കഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ. സുഭാഷിൻ്റെ ഈ സങ്കടത്തിലുള്ള ഈ വാരിക്കഴിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദുഃഖം. അപ്പോൾ ബിരിയാണി എന്തായാലും കൊള്ളായിരുന്നല്ലോ, അടിപൊളിയായിരുന്നു എന്നൊക്കെ അച്ഛൻ എന്നിട്ട് പുറത്തിരുന്ന് വിളിച്ചു പറയാം. കഴിക്കലും കഴിഞ്ഞ് പാത്രം അവിടെ കൊണ്ട് വെച്ച് കൈയൊക്കെ കഴുകി. ആ പാട്ട് അപ്പോൾ അവിടുത്തെ പാട്ടിൻ്റെ ബാക്കി ഇവിടെ പാടുവാണ്. അപ്പോൾ മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടൊക്കെ ഒരുമാതിരി പാട്ടും പാടി അച്ഛൻ ചുമ്മാ വെറുപ്പീര. അപ്പോൾ മധുരം നുള്ളി തരൂ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ട് അത് ഇങ്ങനെ ചുമ്മാ ഒരുമാതിരി വെറുപ്പീരുമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് മക്കൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. സുഭാഷാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഹരീഷ് ഇയാൾ എന്നാ ചെയ്യണ്ടേ, ഇയാൾ ഇനി ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് വേണ്ട ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞു നിധി. ഇപ്പോൾ എന്തു പറഞ്ഞാലും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ അച്ഛൻ ചുമ്മാ കിടന്ന് തർക്കിക്കുമെന്നും നിധി ഇവരോട് പറയാം. എങ്ങനെ അതും പറഞ്ഞ് ഇവരവിടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ സുഭാഷ് ചേട്ടൻ്റെ വിഷമത്തെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛൻ ഒരുമാതിരി പാട്ടങ്ങ് പാടി അവരെ എല്ലാവരെയും വെറുപ്പിച്ചൊരു പരുവാക്കിയേക്കുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഭാഷ് മുറിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, അവരുടെ വീട്ടിൽ സുനന്ദ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയും അവസാനിച്ചു. ഇനിയിപ്പോൾ സുനന്ദ ആ വീട്ടിൽ നിന്നും സുഭാഷിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരികയും സുഭാഷ് സുനന്ദയെ വിവാഹം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടാറ്റാ.